ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഈ രാവിലെയും വൈകുന്നേരവും ഭക്തിഗാനം വെക്കുന്നത് സർവ്വസാധാരണമാണ്. ഈ രാവിലെയും വൈകുന്നേരവും ഈ ഭക്തിഗാനം വെക്കുക എന്നുള്ളത് ഇന്നോ ഇന്നലെയോ നടക്കുന്ന കാര്യമൊന്നുമല്ല. കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. ആരാധനാലയങ്ങളിൽ അല്ലെങ്കിൽ മറ്റു പൊതുപരിപാടികളിൽ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കോടതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ക്ഷേത്രങ്ങളിലും ഇന്ന് കോളാമ്പി, അതായത് ഉച്ചഭാഷിണി ഉപയോഗിക്കാറില്ല, ബോക്സ് ആണ് ഉപയോഗിക്കാറ്, അല്ലെ? നമ്മുടെ ഈ ഹൈന്ദവ ആരാധനാലയത്തിൽ മാത്രമൊന്നല്ല ഈ ഉച്ചഭാഷിണിയിലൂടെ ഭക്തിഗാനം വെക്കുന്നത്. നിങ്ങൾ നോക്കൂ, മുസ്ലിം പള്ളികളിൽ 5 നേരം അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിളിച്ചു പറയുന്നത്, ബാങ്ക് കൊടുക്കുന്നത് ഉച്ചഭാഷിണിയിൽ കൂടിയാണ്. എന്നാൽ ഈ ഉച്ചഭാഷിണിയിലൂടെ 5 നേരം ഇത്തരത്തിലുള്ള ഒരു ബാങ്ക് വിളി നടത്തുമ്പോൾ എവിടെയെങ്കിലും ഒരു മൗലവി കൊല്ലപ്പെട്ടതായിട്ട് നിങ്ങൾക്കറിയാം? ഇല്ല. എന്നാൽ അമ്പലത്തിൽ ഭക്തിഗാനം വെച്ചതിൻ്റെ പേരിൽ ഒരു സന്യാസി, ഒരു സാധു സന്യാസി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ഉന്നാവ് ജില്ലയിലാണ് ഈ സംഭവം നടന്നത്. സന്യാസി ബാബ മിലാൻ ദാസിനെയാണ് മുഹമ്മദ് ഇസ്രയേൽ എന്ന മുസ്ലിം തീവ്രവാദി കൊലപ്പെടുത്തിയത്. ജൂൺ 9 യു പിയിലെ ഉന്നാവ് ജില്ലയിൽ ഈ സംഭവം അരങ്ങേറിയത്, ഈ ദാരുണ സംഭവം അരങ്ങേറിയത്. ബംഗാർ മൗലെ ഘൂരേട്ടോലയിൽ രാമക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു 50 വയസ്സുകാരനായ ബാബ മിലാൻ ദാസ്. ക്ഷേത്രത്തിൽ ഭക്തിഗാനങ്ങൾ ഉച്ചഭാഷിണിയിൽ വെക്കുന്നതുമായി ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിലാണ് ബാബ മിലാൻ ദാസിന്റെ ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ഭക്തിഗാനം വെക്കുന്നതിന് ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ മുഹമ്മദ് ഇസ്രയേൽ കുടിലിന് പിന്നിലേക്ക് സ്നേഹത്തിൽ വിളിച്ചു കൊണ്ടുപോകുകയും തർക്ക പരിഹാരം കാണാൻ വേണ്ടിയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പറയുകയും, അവിടെ കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം മുഹമ്മദ് ഇസ്രയേലും കൂട്ടാളികളും ചേർന്ന് 50കാരനായ ഈ സന്യാസിയെ ബാബ മിലാൻ ദാസിനെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഒടുവിൽ മറ്റുള്ള ആൾക്കാർ എന്തിനാണ് ബാബ മിലാൻ ദാസിനെ കൊലപ്പെടുത്തിയത്, അതായത് ഈ സന്യാസി വര്യനെ കൊലപ്പെടുത്തിയത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ചെയ്തത് ജിഹാദാണ് എന്നാണ് ഈ മുഹമ്മദ് ഇസ്രയേൽ കൊടുത്ത മറുപടി. നമ്മുടെ കളക്ടർ പറയുന്നത് പോലെ ജിഹാദ് അത്ര നിഷ്കളങ്കമല്ല, ഇതും മറ്റൊരു ജിഹാദാണ്. ഈ ഒരു സംഭവത്തോടെ ഉന്നാവ് പ്രദേശത്ത് ജനരോഷം ഉണ്ടാവുകയും സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഹർദോയ് ഉന്നാവ് ഹൈവേയിൽ പ്രതിഷേധവും റോഡ് ഉപരോധവും ഉണ്ടായി. ഈ കൊലപാതകത്തെ തുടർന്ന്, അതായത് സന്യാസി ബാബ മിലാൻ ദാസിന്റെ കൊലപാതകത്തെ തുടർന്ന് 4 പ്രതികളെ ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്തു. എന്നാൽ മുഖ്യപ്രതിയായ മുഹമ്മദ് ഇസ്രയേൽ ഒളിവിൽ പോയി. ഈ മുഹമ്മദ് ഇസ്രയേലിനെ പിടിച്ചു കൊടുത്താൽ ലക്ഷങ്ങളാണ് പാരിതോഷികം യു പി പോലീസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒളിവിൽ പോയ മുഹമ്മദ് ഇസ്രയേലിനെ യു പി പോലീസ് പിടികൂടുകയും, എന്നാൽ പിടികൂടാൻ ചെന്ന പോലീസുകാർക്കെതിരെ മുഹമ്മദ് ഇസ്രയേൽ വെടിയുതിർക്കുകയും ചെയ്തു. തുടർന്ന് SOG കോൺസ്റ്റബിൾ വികാസ് ബദൌരിയുടെ കയ്യിൽ വെടിയേൽക്കുകയും ബങ്കർ മൗ ചൌക്കി പ്രഭാരി ന്യൂട്ടൻ കുമാർ സിംഗിന്റെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിൽ വെടിയേറ്റെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയുമായിരുന്നു. എന്നാൽ പോലീസുകാരുടെ തിരിച്ചുള്ള വെടിവയ്പിൽ സാരമായി പരിക്കേറ്റ മുഹമ്മദ് ഇസ്രയേലിനെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് മുഹമ്മദ് ഇസ്രയേലിന്റെ മരണം സ്ഥിരീകരിച്ചു. കൂടാതെ സംഭവ സ്ഥലത്ത് നിന്ന് നാടൻ തോക്കുകളും തിരകളും കത്തികളും കണ്ടെത്തി. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് 4 പ്രതികളുടെയും അനധികൃതമായ കെട്ടിടങ്ങൾ JCB കൊണ്ട്, ബുൾഡോസർ കൊണ്ട് പൊളിച്ചു നീക്കുകയും ചെയ്തു. അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന ഉച്ചഭാഷിണിയിലൂടെ കേൾക്കുന്ന ഭക്തിഗാനം നിങ്ങൾക്ക് ഹറാമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഭക്തിഗാനങ്ങൾ ആരാധനാലയങ്ങളിൽ കേൾക്കുന്ന അത്രയും ഉച്ചത്തിൽ മാത്രം വെച്ചാൽ മതി. ഉച്ചഭാഷിണിയുടെ ഭക്തിഗാനം കേട്ടില്ല എന്ന് കരുതി ഒരു ഹൈന്ദവ ഭക്തരുടെയും ഭക്തി ഒലിച്ചു പോകില്ല. അത് അക്ഷയപാത്രം പോലെ ഭക്തി നിറഞ്ഞു കവിഞ്ഞു തന്നെ ഇരിക്കും. പക്ഷേ ഉച്ചഭാഷിണി ഹൈന്ദവ ആരാധനാലയത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ഫത്വ ഇറക്കുകയാണെങ്കിൽ അത് ഓരോ മുസ്ലിം പള്ളികളിലും ആ ഫത്വ ഇറക്കേണ്ടിയിരിക്കുന്നു. 1 നേരമല്ല, 5 നേരമാണ് ഉച്ചഭാഷിണിയിലൂടെ നിങ്ങൾ ബാങ്ക് വിളിക്കുന്നത്. വേണ്ടെങ്കിൽ ആർക്കും വേണ്ട. അല്ലാതെ ഒരു മതവിഭാഗത്തിന് ഇതൊന്നും പാടില്ല,
മറ്റൊരു വിഭാഗത്തിന് എല്ലാം പാടുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഇരട്ടത്താപ്പ് നിയമം പണ്ടേ നിർത്തലാക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഈ എല്ലാം സഹിച്ച് പുറത്ത് ജീവിക്കേണ്ടവരാണ് ഹൈന്ദവർ. പണ്ട് നമ്മുടെ വടിയും കുത്തി നടക്കുന്ന ആള് പറഞ്ഞതുപോലെ അവർ മടുക്കുമ്പോൾ നിർത്തിക്കോട്ടെ എന്ന ആ ഉപദേശം ഇനി നടപ്പില്ല. മറ്റൊരു നല്ലൊരു വീഡിയോ ഇട്ടുടൻ വരുന്നതിനെതിരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.